പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് വീടുകളിൽ അടങ്ങിയിരിക്കുന്നവർ പുറത്തിറങ്ങി ഒരു വ്യായാമം പോലെ അല്ലെങ്കിൽ നല്ലൊരു ഡാൻസ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ പുറത്തു പോയി ഒന്ന് വീശി ഒക്കെ സന്തോഷം കണ്ടെത്തും. എന്നാൽ അമ്മമാർ അധികം ഇവരുടെ പ്രവർത്തനം ഡാൻസായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകൂടിയിട്ടോ ഒക്കെയാണ് സന്തോഷം കണ്ടെത്തുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സമന്വയം റെസിഡൻസ് ഇത്തരം വിപുലമായ രീതിയിലുള്ള വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. 130ഓളം ആളുകൾ ഇവിടെ ഇന്ന് പരിപാടികൾ അവതരിപ്പിച്ചു. എല്ലാവരും വയറ് നിറച്ചു, മനസ്സ് നിറച്ചു. എല്ലാ കുടുംബാംഗങ്ങളും ഹാപ്പിയായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു മറുവശമുള്ളത്, കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ വാർഷികാഘോഷം കഴിയുമ്പോൾ സംഘാടകർ വളരെ പ്രയാസത്തിലാണ്. കാരണം നമുക്ക് കിട്ടാനുള്ള സംഭാവനകൾ പലതും കിട്ടുന്നില്ല. ആ ഒരു പ്രയാസം കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ വിഹിതങ്ങൾ, കഴിയുന്ന രീതിയിലുള്ള വിഹിതങ്ങൾ അടുത്തുള്ള ഭാരവാഹികളെ കൊടുത്ത് ഏൽപ്പിക്കണം എന്ന് പറയുകയാണ്. കാരണം ഇതിൻ്റെ സംഘാടനം ഒരു 10-12 പേര് മാത്രമാണ് ഈ വീടുകൾ കയറി ഇറങ്ങുന്നത്. 9 വർഷമായി. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് നടക്കണമെങ്കിൽ നല്ലോണം ത്യാഗം സഹിക്കുന്ന ഒരു ടീമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുള്ളൂ. നമുക്ക് മാതൃകയായിട്ട് ഇതുപോലെയുള്ളവർ പ്രവർത്തനം ചെയ്യുന്ന ആരും ചൂണ്ടിക്കാണിക്കാനില്ല. വലിയ വ്യവസായികളില്ല, നമുക്ക് എല്ലാം സാധാരണക്കാരാണ്. അപ്പോൾ ഇനിയും പല വീടുകളിൽ നിന്നും നമുക്ക് വരിസംഖ്യയായിട്ടും അതുപോലെ സംഭാവനകളായിട്ടും പലപ്പോഴും കിട്ടാനുണ്ട്. എല്ലാ ആളുകളും ഇതിൻ്റെ സംഘാടകരായുള്ള ഭാരവാഹികൾ അവരുടെ ജോലി തിരക്കിനിടയിലാണ് ഈ വരിസംഖ്യ പിരിക്കാനൊക്കെ പോകുന്നത്, അതുപോലെ ഇതിൻ്റെ സംഭാവന പിരിക്കാനൊക്കെ. പറയാൻ കാര്യം വെച്ചാൽ 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ പോകുമ്പോൾ പല ആൾക്കാരും ഇതിൻ്റെ ഭാരവാഹികൾ ഇതൊന്നും വിട്ടുപോവുകയാണ്. കാരണം അവർക്ക് ഒരുപാട് പ്രയാസമുള്ളത് കൊണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒരു കൂട്ടുപിടിച്ചാൽ മാത്രമേ ഇത് അടുത്ത വർഷങ്ങളും നമുക്കിതുപോലെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. ഓരോ വർഷം കഴിയുമ്പോഴും അന്ന് പറയാ ഇനി അടുത്ത വർഷം ഇതൊന്നും വേണ്ട, കാരണം ഒരുപാട് പ്രയാസങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ പിന്നെ ആൾക്കാർ ഷെയർ ചെയ്ത് തീർക്കലാണ്. അപ്പം ഇതൊന്നും ആരും നമ്മളെ കുടുംബാംഗങ്ങൾ അറിയുന്നില്ല. ഇപ്പം തന്നെ ഭാരിച്ച സംഖ്യകൾ എടുത്തിട്ടൊക്കെയാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കഴിയുന്ന രീതിയിലുള്ള സംഭാവന എല്ലാവരും കൊടുക്കണം, വരിസംഖ്യ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമന്വയിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഓക്കെ, ഇത്രമാത്രം പറയുന്നു. നമുക്ക് സമ്മാനം എല്ലാവരും പേര് വിളിക്കുക. പരിപാടി അവതരിപ്പിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ സമ്മാനം വാങ്ങരുത് കേട്ടോ. എത്ര പരിപാടി അവതരിച്ചാലും 3, 4, 5 എത്ര പരിപാടിയാണെങ്കിലും നമുക്കൊരു സമ്മാനമുള്ളത്. എല്ലാവരും സമ്മാനം വാങ്ങണം. ഇനി പേര് കൊടുത്തിട്ട് പരിപാടി അവതരിപ്പിക്കാത്ത ആൾക്കാർ സമ്മാനം വാങ്ങരുത്. ഇന്ന് ഇതിനോട് ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ആയിട്ട് റിഹേഴ്സലും മറ്റൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നത്, ഉച്ച സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ ശ്രോതാക്കൾ കുറവായിരുന്നു. അതൊരു പ്രയാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒരു കൈകോർക്കുക, എന്നാലും മാത്രമേ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. തെറ്റുകുറ്റങ്ങൾ എല്ലാവരും പൊറുക്കുക. ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. സമ്മാനം നമ്മുടെ നാടകത്തിന് കീബോർഡ് വായിച്ചത് നമ്മുടെ സുഹൃത്തു കൂടിയായ മജീഷ്യൻ കൂടിയായ വാസുദേവൻ വഴുതക്കാടാണ്. അദ്ദേഹത്തിന് സമന്വയം റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. ഒന്ന് വേദിയിലേക്ക് വരിക. രാജേഷ്, അയാൾക്ക് നേരത്തെ പോകാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിനുള്ള സമ്മാനം രാജേഷ് ആദ്യമായിട്ട് നൽകുന്നതാണ്. രാജേഷ് കൊടുക്കുക. നമ്മുടെ നാടകത്തിന് മികവുണ്ടാക്കിയ ആ കീബോർഡ് വായിച്ചത് വാസുദേവൻ വഴുതക്കാട് എന്ന മജീഷ്യൻ കൂടിയാണ്. രാജേഷ്, പിന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങളൊന്നും വേദിയിലേക്ക് വരിക. നമുക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് വേഗം വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. ഞാൻ പേര് വിളിക്കാം. പേര് വിളിക്കുമ്പോൾ ആ ആൾക്കാർ വരിക. പിന്നെ സമ്മാനം നൽകാൻ വേണ്ടി മാതൃസമിതി അംഗങ്ങൾ ദേവകേച്ചിയൊക്കെ വരിക കേട്ടോ. സമ്മാനം നൽകാൻ
എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ ഒന്ന് വേദിയിലേക്ക് വേഗം വരിക, സമയം നഷ്ടപ്പെടുത്തണ്ട. വിദ്യ, രേഷ്മ ഒന്ന് സ്റ്റേജിലോട്ട് വരിക. വിദ്യ, രേഷ്മ ഒന്ന് വേദിയിലോട്ട് വരിക. എക്സിക്യൂട്ടീവ് വേഗം വരൂ. ജനാർദ്ദനേട്ടാ, ചന്ദ്രേട്ടൻ വേഗം വരിക. 5 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കാം. വരൂ. പേര് വായിച്ചോ. പങ്കെടുത്തവരുടെ പേര് വിളിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് കയറി വരണം. അമേയ, സാൻവിക പ്രവീൺ, സിദ്ധാർത്ഥ് പ്രശാന്ത്, ദിയ കൃഷ്ണൻ, ദയാലക്ഷ്മി. അമേയ, സാൻവിക പ്രവീൺ, സിദ്ധാർത്ഥ് പ്രശാന്ത്, ദിയ കൃഷ്ണൻ, ദയാലക്ഷ്മി, അനേയ പ്രശാന്ത്, വൈഗ, ഗീതാഞ്ജലി, ദൃശ്യ ശ്രീകാന്ത്. പേര് വിളിക്കുന്ന ആളുകൾ സ്ഥലത്തില്ലെങ്കിൽ അടുത്തുള്ളവരോ അങ്ങനെ ആരെങ്കിലും സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. വൈഗ, ദേവദർശ്, ഫാദി അമീൻ, മുകിലസ് കൃഷ്ണ, നസാൽ, ഫാത്തിഹ, ഫാലിഹ, അദ്വൈത്, ആദിദേവ്, ഋതിക, പവിൻ, ഇഹിത്ത്, ഇഷാൻ, ഇവനിയ, നവതേജ് പ്രവീൺ, അഭിഷേക്, നവനീത്, ആരാധ്യ, സുഹാനി മനോജ്, ആരവ് ബൈജു. ആഗ്നേയ് ജയൻ, വൈഷ്ണവ് രാജേഷ്, ആദിൻ പ്രകാശ്, ശ്രീഹരി ശ്രീജിത്ത്, വിഷ്ണുപ്രിയ രാജേഷ്, അർച്ചന വിനോദ്, അശ്വതി പ്രജോഷ്, ശൈത്യ സതീഷ്, ശ്രേയ സതീഷ്, കാവ്യ, വിദ്യ, വൈഗ, ആദിത്യ,
അപർണ പാർവണ, അഖിൽ, ഗൗരി നന്ദന, സ്നേഹ ശ്രീകാന്ത്,